നമ്മളെല്ലാവരും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് UK വന്ന ആളുകളാണ്. അപ്പോൾ കലാപരമായ ഒരുപാട് താല്പര്യമുള്ള കുറെ ആളുകൾ ഒരുമിച്ച് കൂടി ഒരു ഇംഗ്ലീഷ് ദോശ എന്ന് പറയുന്ന ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു. ആ ഇംഗ്ലീഷ് ദോശയുടെ ആദ്യത്തെ ഓണമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. ഇംഗ്ലീഷ് ദോശയിലുള്ള ഓരോ ആളുകളെയും പരിചയപ്പെടുത്തുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. എൻ്റെ പേര് നിതിൻ തോമസ് കുരിശിങ്കൽ. ഞാൻ ആണ് ഇംഗ്ലീഷ് ദോശയുടെ ഡയറക്ടർ. ഇത് ഷിജോ ചേട്ടൻ, മോനി ചേച്ചി, ഷിൻഡോ ചേട്ടൻ, സുരഭി, റോഷൻ ചേട്ടൻ, അർത്തന. അപ്പോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഷിൻഡോ ചേട്ടനോടാണ്. ഇംഗ്ലീഷ് ദോശ എന്ന് പറയുന്ന ഒരു പേര് എങ്ങനെയാണ് ഇംഗ്ലീഷ് ദോശ എന്ന് പറയുന്ന പേരിലേക്ക്? അല്ല, ഇംഗ്ലീഷ് ദോശ എന്ന പേര് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ UK എന്നുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ടച്ച് വേണം, പിന്നെ നമ്മൾ മലയാളികളാണ്, അപ്പൊ മലയാളി ടച്ചും വേണം എന്നുള്ളൊരു സെറ്റപ്പില് കുറെ പേരുകൾ ആലോചിച്ച് വന്നായിരുന്നു. പെട്ടെന്ന് കിട്ടിയ ഒരു സാധനമാണ് ഇംഗ്ലീഷ് ദോശ. ഇനി എന്റെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജോ ചേട്ടനോടാണ്. അതായത് ഞങ്ങൾ ഇംഗ്ലീഷ് ദോശ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ പ്ലാൻ ആയിരുന്നു ബിസിനസ്സുകാരെ ബ്രാൻഡ് ചെയ്യണം, നമ്മളുടെ കഴിവ് വെച്ചിട്ട് UK ബിസിനസ്സുകൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള പ്ലാൻ. അപ്പൊ നമ്മൾ തുടങ്ങിയ സമയമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബ്രാൻഡുകൾ ഒന്നും നമ്മളെ വിശ്വസിക്കുന്നൊന്നുണ്ടായിരുന്നില്ല. അപ്പൊ റോഷന്റെ ഷിൻഡോച്ചേട്ടനൊക്കെ അറിയാം കറക്റ്റായിട്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ മോൻ ചേച്ചി എന്നോട് ഞാൻ ചോദിച്ചു, മോൻ ചേച്ചി ഇങ്ങനെ നമ്മളിങ്ങനെ ബ്രാൻഡ് കൊളാബറേഷൻ ഒന്നും നടക്കില്ല, എന്ത് ചെയ്യും, നമുക്കിങ്ങനെ ബ്രാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളിപ്പോ തുടങ്ങിയേക്കുന്നതുകൊണ്ട് എന്താണ് ചേച്ചിക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഞാൻ ചേച്ചി എന്തിനാ നീ വേറെ വണ്ടിയിൽ പണി പിടിക്കണം, എനിക്ക് പണി പിടിക്കാൻ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഷിജോ ചേട്ടനെ ഏൽപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ മോനി ചേച്ചി വന്ന് ഷിജോ ചേട്ടനോട് പറഞ്ഞപ്പോ എങ്ങനെ തോന്നി ഞങ്ങൾ വിശ്വസിക്കാം? അങ്ങനെ പറയുകയാണെങ്കിൽ നിതിനെ ഞാൻ നേരത്തെ ഇതിന് ഉറക്കൊന്നുമെന്നറിയില്ല, ഒരു സിനിമ ഡയറക്ട് ചെയ്യാനായിട്ട് നിതിന് ഏകദേശം നമ്മുടെ തന്നെയായിരുന്നു ഒത്തു വന്ന ഒരു ഐഡിയ എനിക്ക് നിതിനെ കുറിച്ച് നേരത്തെ ഉണ്ട്. നിതിൻ നല്ലൊരു ഡയറക്ടറാണെന്ന് അന്ന് അവന്റെ കിച്ചു അങ്ങനെ ഒരു സൂചന തന്നു, നിന്റെ സ്റ്റോറി നല്ലതാണ്, അപ്പൊ ഇതിനെ കുറിച്ച് ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ വെറുതെ വന്നൊരു സാധനത്തിൽ ചാടാൻ നമ്മളെന്തായാലും മുതലില്ല. ഇതിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്തായാലും ഫോക്കസ് ഫിനിഷർ നിതിന്റെ അടുത്തേക്ക് വന്നത്. എന്തായാലും അതിന്റെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടായി, കാരണം ഒത്തിരി നല്ല നല്ല വീഡിയോസ് ചെയ്തു. ഇപ്പൊ ഫോക്കസ് ഫിനിഷർ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിപ്പോ, അതായത് മോർഗേജിന്റെ വലിയൊരു ഹബിലാണ് പോയത്. അവിടെ ചെന്നപ്പോ മലയാളി മോർഗേജ് അഡ്വൈസേഴ്സിന്റെ ഗ്രൂപ്പ് കുറെ പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരാളെ എടുത്ത് കാണിച്ചു തന്നു ഏറ്റവും ടോപ്പ് ഈ അഡ്വർടൈസ്മെന്റിൽ നമ്മളെ അൺഫോർച്ചുനേറ്റ്ലി ആണോ ഫോർച്ചുനേറ്റ്ലി അത് ഫോർച്ചുനേറ്റ്ലി ആണ് ചേട്ടാ. നല്ല രീതിക്ക് പരസ്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ മോൻ ചേച്ചിയോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഞാൻ പരസ്യം ചെയ്തിട്ട് ഒരാൾക്ക് കൊണ്ടുണ്ടാകുന്നത്. അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ എന്ത് വിശ്വസിച്ചാന്ന് പറഞ്ഞില്ലേ, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് കല്യാണിന്റെ പരസ്യം പറഞ്ഞ പോലെ തന്നെ ഫോക്കസിനും നമ്മൾ ഫോക്കസ് ചെയ്യണത് നമ്മളോടൊപ്പം നിൽക്കുന്നവര് നമ്മളോടൊപ്പം ചേർന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കും ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്. അപ്പോ എൻ്റെ അടുത്ത് അന്ന് നിതിൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഷിജുവിന്റെ അടുത്ത് പണ്ട് എപ്പോഴും പറഞ്ഞു, അത് തന്നെയല്ല മുജിക്ക് ഓർമ്മയുണ്ടോ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടതാന്ന്. അപ്പൊ നമുക്കൊരു പൊട്ടൻഷ്യൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ എപ്പോഴും വളർന്നു വരുന്ന കലാകാരന്മാരെ അല്ലെങ്കിൽ ഒപ്പം പ്രോത്സാഹിപ്പിച്ചു പോവുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഇത് നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം അത് തന്നെയാണ്. ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടോ 90 മിനിറ്റ്സ്, അതൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇതിനെ കുറിച്ച് ഏകദേശം. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അത് മാത്രമല്ല നിന്റെ കുറച്ച് വീഡിയോ എടുത്തതിന് കഴിഞ്ഞ് മനസ്സിലായി നിങ്ങൾക്ക് ഇതിനെ കുറച്ചുകൂടെ ഐഡിയ ഉണ്ട്, ജനങ്ങളോട് എത്തുന്നുണ്ട്, പലരും എന്നോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കൊള്ളാം, ഇത് ആരാണ് ചെയ്യുന്നതെന്ന്. ഞാൻ പറയേണ്ട കാര്യം ലാസ്റ്റ് നിന്റെ മോൻ നീ തന്നെ കാണിക്കുന്നുണ്ട്. റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ പലരും എന്നോട് ചോദിക്കാറുണ്ട് ആരാണ് അഭിനയിക്കുന്ന പയ്യനേതാ, നീ തന്നെ ഡയറക്ടർ എന്ന് പിന്നെ പലർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഒത്തിരി പേരുടെ ചോദിച്ചിട്ടുണ്ട്. നീ തന്നെ പല പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നു റിമി ടോമി ഷോയ്ക്ക് വന്നപ്പോ ഇവന് ഒത്തിരി ആരാധകരായിരുന്നു. ഫോട്ടോ എടുക്കുക പലരും. അല്ല, അപ്പൊ എല്ലാം ചുരുക്കി പറഞ്ഞാല് എന്ത് വിശ്വസിച്ചാണ് ഏൽപ്പിച്ചതിനുള്ള ഇതാണ് നമ്മുടെ വിശ്വാസമായിരുന്നു ഇതെല്ലാം.
ഓക്കെ, അത് യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. ഇനി അടുത്ത ചോദ്യം അർത്ഥനോടാണ്. അർത്ഥന ഇപ്പോ PR എടുക്കാൻ പോകണല്ലോ. ഇപ്പൊ പെട്ടെന്ന് അർത്ഥനക്ക് PR കിട്ടുമല്ലോ. ഈ PR കിട്ടുന്നത് ഇംഗ്ലീഷ് ദോശയിൽ വന്നതിന്റെ ഐശ്വര്യമാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഇംഗ്ലീഷ് ദോശ തുടങ്ങിയിട്ട് ഇപ്പൊ 8 months, അറൌണ്ട് 8 months ആണ് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. പിന്നെ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 5 വർഷമായി. അപ്പൊ എല്ലാരും ഇംഗ്ലീഷ് ദോശയും കണക്റ്റഡ് അല്ല. പിന്നെ വേണമെങ്കിൽ ഡയറക്ടറുടെ സന്തോഷത്തിന് വേണമെങ്കിൽ ഞാൻ പറയാം, അങ്ങനെയാണ്. ഈ പരിപാടിക്ക് വേണ്ടി പറഞ്ഞു. അല്ല, അത് കാര്യം ശരിയാണ്. 5 വർഷം ആവുന്നു അല്ലെ? പക്ഷെ ഇംഗ്ലീഷ് ദോശയിലോട്ട് വന്നു കഴിഞ്ഞ പിന്നെ വേറെ ലെവലിൽ കുറച്ച് ബൂസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. അതാണ് അവൻ ഉദ്ദേശിച്ചത്. ആ ഒരു പോസിബിലിറ്റി എന്നുള്ളൊരു സംഭവം ഇംഗ്ലീഷ് ദോശയിൽ വന്നപ്പോ രണ്ടും കൂടി ആയില്ലേ? ഡെഫിനറ്റ്ലി. ആ ഒരു എക്സ്പോഷറും കാര്യങ്ങളും. അപ്പം മേ ബി ILR ആയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡെഫിനറ്റ്ലി ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയുന്നു. ഈ അടുത്ത ചോദ്യം റോഷൻ ചേട്ടനോടാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ദോശയിലുള്ള മെമ്പേഴ്സിൽ നമുക്ക് എല്ലാവരോടും ഒരു പേഴ്സണലി ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആള് റോഷൻ ചേട്ടനാണ്. അത് ശരി, അതെന്താ നമ്മളൊക്കെ ഔട്ട്. അല്ല, ഞാൻ മൊത്തം പറയട്ടെ. അപ്പൊ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു അക്ഷരം പറയാണ്ട് അത് കേൾക്കാൻ അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ദോശയുടെ വിഷൻ മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലാതെ തോന്നിയതുകൊണ്ടാണോ? അല്ല, അത് നമ്മളിപ്പോ ഒരു കാര്യത്തിൽ ഇറങ്ങുന്നത് ഇപ്പൊ ഈ ഒരു നമ്മളിത് ഒരുമിച്ച് ചേർന്ന് ചെയ്യാന്ന് പറഞ്ഞപ്പോഴേക്കും അതൊരു പാഷന് പുറത്ത് വന്നെങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ 100 കാര്യം ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരെണ്ണം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പൊ അതിലൂടെ എനിക്ക് താല്പര്യം, ആ ഒരു ഇഷ്ടമുണ്ട്. അത് പണ്ട് തൊട്ടുള്ളതാണ്. അത് എക്സ്പോസ് ചെയ്യാനായിട്ട് ഇപ്പോഴാണ് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വന്നേക്കുന്നത്. അപ്പൊ അത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ നിന്റെ കൂടെ മിണ്ടാൻ നിന്ന അവന് ഇതുപോലത്തെ എക്സ്പോഷർ ഒക്കെ കിട്ടുമെന്ന് അവന് മനസ്സിലായി. അതാണ്. ഇല്ല അതല്ല, അതായത് സത്യം പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ ഒരാള്, ഞാനിപ്പോ ഈ പറഞ്ഞ നിതിനെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നിതിന്റെ വർക്കുകൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡെഫിനറ്റ്ലി പുള്ളിയുടെ വർക്കുകൾ ഗുഡാണ്. പക്ഷെ പുള്ളിയുടെ ഒരു ക്വാളിറ്റി ഉണ്ട്. അതായത് പുള്ളിയുടെ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും ഡയറക്ടിങ് ആണെങ്കിലും അതിലൊരു ക്വാളിറ്റി ഉണ്ട്. നമ്മളിപ്പോ ഒരു ടീമിനെ കൂടി ജോയിൻ ചെയ്യുമ്പോൾ വെറുതെ പോയി ടീം ഫോം ചെയ്യില്ലല്ലോ. ഇപ്പൊ അതിന്റെ ആ ഒരു നമ്മള് സ്പേസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് മാക്സിമം നേരത്തെ നമ്മുടെ പലരും പറഞ്ഞ പോലെ നമ്മൾ പോളിഷ് എടുക്കും. അത് സ്വയം പോളിഷ്ഡും ആവും അല്ലെ? പിന്നെ അടുത്ത ചോദ്യം സുരഭിയോടാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാള് സുരഭിയാണെന്നാണ്. ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യും. കൃത്യമായിട്ട് എന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന സമയത്ത് എത്താം, ഇതിൽ ഇന്ന സമയത്ത് എനിക്ക് എത്താൻ പറ്റില്ല, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ സുരഭിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങളൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ നായികയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ എക്സ്പീരിയൻസ് ആണോ നിങ്ങളുടെ ഈ പ്രൊഫഷണലിസത്തിന് പിന്നില്, അല്ലെങ്കിൽ ഇരിക്കട്ടെ ഒരു പ്രൊഫഷണലിസം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണോ? എന്താണ് അതിന്റെ ഒരു പിന്നിലുള്ള ഒരു സാധനം? ഏറെക്കുറെ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു സെറ്റിൽ വർക്ക് ചെയ്യുമ്പം ഗ്രാജുവലി നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നു പോകും. ഏറെക്കുറെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം വീണ്ടും ഷിജോ ചേട്ടൻ്റെ അടുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ UK ഞങ്ങളെല്ലാവരും, ഞാൻ പറയില്ല, ഞങ്ങളെല്ലാവരും കൂടി പരസ്യം ചെയ്തിട്ട് UK ആദ്യമായിട്ട് ഗുണം കിട്ടിയ കമ്പനി ഫോക്കസ് ഇൻഷുറൻസ്. അപ്പൊ ഈ ഫോക്കസ് ഇൻഷുറൻസിന്റെ അല്ലെങ്കിൽ ഷിജോ ചേട്ടന് ഇംഗ്ലീഷ് ദോശയുമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ്? ഇപ്പൊ പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അർത്തന മുതല് റോഷൻ, ഇവരെല്ലാവരും ആള് നമ്മുടെ ഇതിൽ വന്നിട്ടില്ല. ബാക്കി എല്ലാവരും ഓൾറെഡി പല ഇതിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ആത്മബന്ധമായല്ലോ. കുറെ നാൾ എല്ലാം എപ്പോഴും സംസാരിക്കുന്നുണ്ട്. കാരണം വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടുതൽ കണ്ടിന്യൂസ്ലി പോകുന്നുണ്ട് പല കണ്ടന്റ് ആയിട്ട്. അപ്പൊ ആത്മബന്ധം കൂടുതൽ ഓട്ടോമാറ്റിക്കലി. കാരണം ഡയറക്ടറായിട്ട് മിക്കവാറും ഇവന് ഇടയ്ക്ക് നിങ്ങൾ എല്ലാവരും തന്നെ ഇവരൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കൊണ്ട് ആത്മബന്ധം കൂടുതലാണ്.
അല്ല എനിക്ക് ഷിജോ ചേട്ടനായിട്ട് വർക്ക് ചെയ്തപ്പോഴും മോൻചേച്ചിയായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് തോന്നാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് ഒരു പരസ്യമാണെങ്കിലും ഒരു മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തരുന്ന ഒരാള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കാനും നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഷിജോ ചേട്ടന്റെ കേസിലും മോൻചേച്ചിയുടെ കേസിലും എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു, നീ ചെയ്തോ, നീ എന്ത് ചെയ്താലും നമ്മൾ കൂടിയുണ്ട്. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ തുടക്കം മുതൽ ഞങ്ങളുടെ അടുത്ത് തന്നിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളോട് വന്നിട്ട് ഇന്ന സാധനം നമുക്ക് ചെയ്യാൻ പാടില്ല, ഇന്ന സാധനം ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു സംഭവം നിങ്ങളായിട്ട് വർക്ക് ചെയ്തപ്പോ ഏകദേശം നമ്മളൊരു 10-80 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് ഒന്നും നിങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം വന്നില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പൊ ഷിജോ ചേട്ടന്റെ മോനി ചേച്ചിയുടെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ ഞാൻ എപ്പോഴും റോഷനോട് പറയാറുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് എപ്പോഴും ഒരു ഞങ്ങളുടെ ഏജിലുള്ള ഒരു 28 to 35 അല്ല അപ്പൊ വലിയ വ്യത്യാസം യങ്സ്റ്റേഴ്സ് എടുക്കട്ടെ. അതൊക്കെ ആരോ എന്ന് തെളിവായി ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ കൂടുതൽ ആയിട്ടുള്ളത്. അപ്പോ ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ യങ് ഏജ് ആയിട്ടുള്ള കൂട്ടുകാരെ കൂടുതലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് വരാനുള്ള ഒരു കാരണം? അതെ, ഞങ്ങളെ പോലത്തെ വൈബുള്ള ആൾക്കാരായിട്ട്. എടാ ആക്ച്വലി ഞങ്ങളല്ല പോണത്, നിങ്ങളെ പോലുള്ളവർ ഞങ്ങളുടെ അടുത്ത് വരുന്നതല്ലേ വൈബ് കിട്ടാൻ വേണ്ടിട്ട്. സമയം മുതൽ ചെറിയ പിള്ളേര് പോലെ ഇരിക്കുകയായിരുന്നു. അതെന്താണെന്നറിയില്ല. കാര്യമായിട്ടും പറയാം. 2003 നമ്മൾ UK എത്തി. ആ സമയത്ത് 2004 മുതൽ സ്റ്റുഡൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്ന കള്ളു കുടിക്കുക, എൻജോയ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് എനിക്ക് തോന്നി എന്താ അറിയോ, ആരും ഒന്നല്ലേ ഒരു നമ്മൾ ഷിവചേട്ടനും മോൻചേച്ചിയും ഇൻട്രോവേർട്ട് അല്ല, കുറച്ച് ഓപ്പൺ ആണ്, ഭയങ്കര വെൽക്കമിങ് ആണ്, കൂടുതലാണ്. ഇപ്പൊ നമുക്കൊരു സംസാരിക്കുമ്പോ നമുക്കൊരു ബാഡ് വൈബ് അടിക്കണമെങ്കിൽ നമ്മളത് ഇപ്പൊ അവിടെ നിന്ന് മാറിക്കളയും. പക്ഷെ അങ്ങനത്തെ അല്ല, ഒരു ഭയങ്കര പ്ലസന്റ് ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ വേറൊരു കേസ് പറയാൻ പറഞ്ഞു, എനിക്ക് അഭിനയിക്കാൻ എന്നെ പഠിപ്പിച്ചാൽ ഇതിനാണ്. അഭിനയിക്കാൻ മീൻസ് ഞാനിപ്പോ ചെയ്യുന്ന സംഭവത്തിനെ ഉദ്ദേശിച്ചത്, അത് അഭിനയാണെന്ന് എനിക്കറിയില്ല. അത് പഠിപ്പിച്ച പുള്ളി അത് എന്താണ്, എങ്ങനെയാണ് ക്യാമറ ഫേസ് ചെയ്ത് ചെയ്യേണ്ടത് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതെനിക്ക് ചേട്ടനെ വെച്ചിട്ട് ട്രോളൊക്കെ വന്നു തുടങ്ങിയല്ലോ, ഫേമസ് ആകുമ്പോഴങ്ങനെ ട്രോളൊക്കെ വരുന്നത്. അതെന്റെ ഒരു മറ്റേ ഇത് പറയല്ലേ, എന്താ ഞാൻ ഷിജോ ജോസഫ്. അല്ല ഇപ്പൊ പിള്ളേരുടെ കാര്യം ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും സ്ഥലത്ത് പോയി ഏതെങ്കിലും കുഞ്ഞി പിള്ളേരുകളില്ലേ, സാധാരണ വലിയവരുടെ അടുത്ത് ഞാൻ അങ്ങനെ കുഞ്ഞി പിള്ളേരുകൾ ഓടിപ്പോയിട്ട് അധികം പരിചയമില്ലാത്തത് പോണ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതുങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരും. അപ്പോ ആൻറ്റി എന്നാണ്ട് വിഷയം, അപ്പൊ ഞാൻ ഇതെന്താ. അപ്പൊ അതായത് ഞങ്ങൾ പഴയ വീട്ടിലായിരുന്നപ്പോ മുതല് പക്ഷെ പറഞ്ഞ പോലെ അന്ന് കവൻട്രി യൂണിവേഴ്സിറ്റി, ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി എവിടെ നിന്നുള്ള പിള്ളേരാണെങ്കിലും വരും. ഇപ്പോഴാണെങ്കിലും ഈ യങ് വരുന്നത് അങ്ങനെയാണ്. അപ്പൊ പിള്ളേർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം അർത്തനയോടാണ്. നിങ്ങള് ഇംഗ്ലീഷ് ദോശയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് എന്താണ്? ഇംഗ്ലീഷ് ദോശയിൽ വന്നതിന് ശേഷം കിട്ടിയ കോംപ്ലിമെന്റ് ആയിട്ടില്ല, പക്ഷെ ഐ തിങ്ക് എ ഫ്യൂ ഓഫ് മൈ ഫ്രണ്ട്സ് പറഞ്ഞത് കുറച്ചും കൂടെ കോമഡിയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നിനക്ക്. ബിക്കോസ് ഞാൻ അതുവരെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസിലൊക്കെ. കുറച്ചും കൂടെ സെൻസ് ഓഫ് ഹ്യൂമർ ഐ തിങ്ക് അത് ഭയങ്കര ഡിഫിക്കൾട്ടുമാണ്. ആൻഡ് അക്കാര്യത്തിൽ നിതിനെ ഐ ഷുഡ് ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ഹിം. ബിക്കോസ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടാണ് കോമഡി, ബേസിക് നേച്ചർ ആയിരിക്കും അല്ലേ, അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടാണ് കോമഡി. ഇപ്പൊ സ്ക്രിപ്റ്റിലാണെങ്കിലും ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്, പെട്ടെന്നാണ് സ്ക്രിപ്റ്റ്. ഒരു ദിവസം 5-6 കണ്ടന്റ് ഒക്കെയാണ്. അപ്പം അങ്ങനെ കൂടെ വർക്ക് ചെയ്തത് കൊണ്ട് എനിക്കുണ്ടായ പ്ലസ് ആൻഡ് കോംപ്ലിമെന്റ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ കോമഡി ഹാൻഡിൽ ചെയ്യാൻ ക്യാരക്ടർ അത് കാണുന്നവർ കുറച്ചും കൂടെ എനിക്കത് പറ്റുന്നുണ്ട് എന്ന് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നീ ഇങ്ങനെയും ചെയ്യല്ലേ, നീ കോമഡി നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അതിനകത്ത് ഞാൻ കോമഡി ചെയ്യുന്നുണ്ടാവില്ല, എന്റെ ഓപ്പോസിറ്റ് ഞാൻ സീരിയസ് തന്നെ ആയിരിക്കും. ബട്ട് ഔട്ട്കം വരുമ്പോ അത് എന്റെ അല്ല, ഒബ്വിയസ്ലി അത് ആ ഇന്ററാക്ഷൻ, അത് എന്റെ കോ ആക്ടേഴ്സിന്റെ കഴിവുകൊണ്ടാണത്. ആൻഡ് ദെൻ സ്ക്രിപ്റ്റ്,
അപ്പോൾ അങ്ങനെയാണ്, പക്ഷെ അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ അതാണ് കോംപ്ലിമെന്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി സുരഭിനോടാണ് ചോദ്യം. ഇംഗ്ലീഷ് ദോശ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇപ്പൊ നമ്മൾ UK ഒരുവിധം ആളുകൾക്കൊക്കെ നമ്മൾ അറിയാം. അപ്പൊ അങ്ങനെ ഒരു ബ്രാൻഡിനെ അറിയപ്പെടുന്നു, അതിനകത്തേക്ക് സുരഭി അതിലുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടി, അങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് ചെല്ലുമ്പോൾ സുരഭിക്ക് ഈ ഇംഗ്ലീഷ് ദോശയുടെ ഒരു ഇൻഫ്ലുവൻസ് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? കുറെ പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. ഇപ്പം റീൽസ് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാത്തവരായിട്ട് എനിക്കൊന്ന് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും യൂസ് ചെയ്യാറുണ്ട്. അപ്പം അവർ പെട്ടെന്ന് കാണുമ്പം ഇന്ന ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ചിലർക്ക് അറിയായിരിക്കും, പക്ഷേ കുറച്ചുകൂടി ഇവിടെ UK ആൾക്കാർക്ക് കുറച്ചുകൂടെ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റി. വർത്തനെ നമ്മള് ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നേരത്തെ ഒരു 7 മണിക്ക് വിളിച്ചു വന്നിട്ട് വീട്ടിൽ എന്നിട്ട് തീർത്തും ഷൂട്ട് തുടങ്ങുന്നത് 11 മണിയായിരിക്കും. അപ്പൊ അർത്തനപ്പോ ഒരു പരാതി പറയേണ്ട പുള്ളിക്കാരി. അപ്പൊ അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും പരാതി പറയാറുണ്ടോ? മനസ്സിൽ പറയണ ഞാൻ ഇവിടെ പറയില്ല, മനസ്സിലായിട്ടെ. സത്യം പറഞ്ഞാ എനിക്ക് ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹാപ്പി പ്ലേസ് ആണ്. എനിക്ക് ഏറ്റവും റിലാക്സ്ഡ് ആവുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനു വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പിന്നെ അതിന് പോസിറ്റീവ് ആകും. പക്ഷെ ഐ എം നോട്ട് ആൻ ഏർലി ബേർഡ്. എനിക്ക് രാവിലെ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. 11 മണി 12 മണി ഒരു ദിവസമൊക്കെ ആയിരിക്കും ഓഫ്. അപ്പൊ ആ ദിവസം ലേറ്റ് ആയിട്ട് എണീക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ ദിവസമായിരിക്കും നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് 7 മണി 6:30 എണീറ്റിട്ട് വെറുതെ പോയി പോസ്റ്റ് ആവുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങാറാണ്, അപ്പൊ കുഴപ്പമില്ല. ഇനി അടുത്തത് റാപ്പിഡ് ഫയർ ഉണ്ടാവും. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന സാധനം പറയണേ. അപ്പൊ ഞാൻ ചോദിക്കും, ഇംഗ്ലീഷ് ദോശയിൽ ഏറ്റവും നല്ലവനായ ആളാരാണ്? ഞാൻ. മോനി ചേച്ചി. ഓക്കെ, അല്ല മറ്റുള്ളവർ പറഞ്ഞത്. ഓക്കെ, ഓരോ ആൾക്കാർ അവരുടെ അഭിപ്രായം പറഞ്ഞാൽ ഇംഗ്ലീഷ് ദോശയിൽ ഏറ്റവും നല്ലവനാണ് ചിന്തിച്ചിട്ട് പറ. അതൊരു ചോദ്യമുള്ള അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാവരും ഒന്നിച്ച് നിൽക്കണോണ്ടാണ് ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇംഗ്ലീഷ് ദോശയിലെ ഏറ്റവും നല്ലവെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഒരു പേര് പറയാൻ പറ്റുള്ള. ഇംഗ്ലീഷ് ദോശ. ഇംഗ്ലീഷ് ദോശയിൽ ഏറ്റവും നല്ലവനായിരുന്നു ചേച്ചി. നല്ലവനായ മനുഷ്യനാണ്. ഫുഡൊക്കെ ഉണ്ടാക്കി തരും. ഞാനിപ്പോ ഈ സംഭവം തിരിച്ച് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാലോ? ഞാൻ പറഞ്ഞു, ഞാൻ റോഷൻ ചേട്ടനാണെന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ ഫേവറേറ്റ് ആണ് ഇവര് തമ്മിൽ ഡയറക്ടേഴ്സ് ഫേവറേറ്റ്. അതെ അതെ, നിങ്ങള് പ്ലാൻ ചെയ്ത്. ഇംഗ്ലീഷ് ദോശയിൽ ഏറ്റവും നല്ലവനായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് നിതിനാണ്, നല്ലവൻ റോഷൻ ചേട്ടൻ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ അടുത്തിരിക്കല്ലേ. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ടീമിന് സ്ഥിരം പണി തരുന്നതായിരുന്നു. അർദ്ധന പറയൂ. ഈ ഉത്തരം പാസ്. അടുത്തത് ഞാൻ തന്നെയായിരിക്കും. അങ്ങനെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ ആരും കാണാറില്ല. ഇല്ല, ഞാനങ്ങനെ ടൈമിൽ അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്താൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ സമയത്തിന് എത്താറില്ല. അല്ല, അങ്ങനെയല്ല. ഓക്കെ, മാക്സിമം ട്രൈ ചെയ്യും. പക്ഷെ ഇവിടുന്ന് ഡ്രൈവിങ്ങിന്റെയും ചിലപ്പോൾ നമുക്ക് അൺഎക്സ്പെക്ടഡ് ഇത് വരുമല്ലോ. അപ്പൊ എനിക്ക് ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ടായി കാണും. പിന്നെ എനിക്ക് അങ്ങനെ ആരെയും ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത ചോദ്യം, മെസ്സേജ് അയച്ചാൽ 3 ദിവസം കഴിഞ്ഞ് റിപ്ലൈ തരുന്നത് ആരാണ്? ഞാൻ കണ്ടത് അർത്ഥന. ഞാനും കേട്ടിരിക്കുന്നത് അർത്ഥന എന്നാണ്. സോറി. റോസ്റ്റ് ചെയ്യുന്ന ഷോ. ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. എല്ലാവർക്കും ഒരു അഭിപ്രായമാണോ? ആണോ?
എനിക്ക് റെസ്പോൺസ് ഇടാറുണ്ട്. അല്ല കറക്റ്റ് ആയിരിക്കും. ആകെ അർത്ഥന കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാള് റോഷൻ ചേട്ടൻ. അല്ല അടുത്ത ചോദ്യം. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് ആരാണ്? കാസ്റ്റ് ആരാണ്? അവിടെ തുടങ്ങി. ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് എനിക്ക് മോനി ചേച്ചി കുറച്ചും കൂടെ വേരിയന്റ് റോൾസ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഓക്കെ. സോ ഇംഗ്ലീഷ് മോനി ചേച്ചി. റോഷൻ ചേട്ടൻ. ഇതിപ്പോ ഇനി ടീം വർക്കാണെന്ന് പറയുന്നത്, എനിക്കിപ്പോ കുറെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യുന്ന ഒരാള് നിതിൻ തന്നെ ഞാൻ പറഞ്ഞു. സുരഭി. നിതിൻ ചേട്ടനാണോ പറയാ? ഷിജോ ചേട്ടൻ. റോഷൻ കുഴപ്പമില്ല. നിതിൻ നിതിൻ തന്നെയാ. എനിക്ക് റോഷൻ ചേട്ടൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫേവറേറ്റ്. ഈ ട്രോഫികളെല്ലാം ഇപ്പൊ ഇംഗ്ലീഷ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ റോഷൻ ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നും. പക്ഷെ റോഷൻ ചേട്ടൻ ഒരു നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ കാണാനാവുന്ന സമയത്ത് ഒരു സാധനം. അപ്പൊ റോഷൻ ചേട്ടൻ ഒരു ഗ്രാഫ് നോക്കുമ്പോ ഒരു സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റോഷൻ ചേട്ടൻ ഇപ്പൊ നിൽക്കുന്ന സാധനം ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും കോമ്പിനേഷനിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ചില സാധനങ്ങൾ ഇടുമ്പോ ആ സമയത്ത് തന്നെ ഒരു റോഷൻ ചേട്ടനും തരുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ. ആ ഇത് വെച്ച് നോക്കുമ്പോ എനിക്ക് റോഷൻ ചേട്ടനെയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അത് ഒന്നുമില്ലായ്മ വന്നാണല്ലോ. ഒന്നും അറിയില്ലാതെ അല്ല അങ്ങനെ നമ്മളിപ്പോ ജനറലി നോക്കുമ്പോ എല്ലാവർക്കും തന്നെ നിങ്ങൾ രണ്ടുപേരാണെങ്കിലും കുറെ റോൾസുകൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോ എല്ലാവരും അവനവരുടേതായ റോളുകൾ മാക്സിമം ചെയ്യുന്നുണ്ട്. അല്ല അവന്റെ മാസ്റ്റർ ബ്രെയിൻ ആണല്ലോ, പിന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനുള്ളൂ. ഇനി അടുത്തത് പെട്ടെന്ന് ഒരു വാക്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. അതാണ് റൗണ്ട് കേട്ടാ. അതായത് ആദ്യത്തെ ചോദ്യം ഷിൻഡോട്, ഇംഗ്ലീഷ് ദോശ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഹിറ്റാണ് ഫ്ലോപ്പ് ആണ്? സൂപ്പർ ഹിറ്റ്. ഓക്കെ. ഇനി അടുത്തത് ഷിൻഡോട് ഒരു ചോദ്യം കൊണ്ടുണ്ട്. നല്ല തിരക്കുള്ള സമയത്ത് ഷൂട്ടിന് വിളിച്ച് ശല്യം ചെയ്യുമ്പോ എന്താണ് തോന്നാറ്? ദേഷ്യം, ഇവന് പ്രാന്ത, ഇവ ശരിയല്ല? അങ്ങനെ ദേഷ്യമല്ല. ഇത് ഇതിന്റെ ഇടക്കുള്ള കോളും ഇതും വന്നോട് പറയും നാളെ എന്താ പരിപാടി, ഈ പരിപാടി തന്നെ വിളിച്ചിട്ട് ഞാൻ വെച്ചാൽ എന്താ പരിപാടി, അതൊക്കെ സെറ്റാക്കാം. എനിക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ സെറ്റ് ആവും എന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മളുടെ മനസ്സിൽ കുറെ സാധനങ്ങളുണ്ടാവും. ഇത് നാളെ ഇത് ചെയ്യാണ്ട്, അത് മീറ്റിംഗ് ഉണ്ട്, അതിപ്പോ നമ്മളിങ്ങനെ വേ ചെയ്യും ഏതാണോ നല്ലത്, ഇതാണോ ഇത് മാറ്റിവെക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് മാറ്റിവെക്കും. അപ്പൊ ദേഷ്യത്തിനേക്കാളും ആദ്യം പെട്ടെന്നൊരു ഇത് വരുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ദേഷ്യം വരും. ഇത് ഇപ്പൊ വിളിച്ചിട്ടാണോ അടുത്ത 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയണേ, നേരത്തെ വിളിച്ച് പറയാറുന്നില്ല, എന്നാലും നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ വരും. പിന്നെ നമ്മള് ആലോചിക്കുമ്പോ ഓക്കെ. പിന്നെ പുള്ളി എനിക്ക് ആദ്യമൊക്കെ എങ്ങനെ ഉണ്ടാവും, പിന്നെ എനിക്ക് അറിയാം, ഞങ്ങൾക്ക് അറിയാം ഇങ്ങനെയാണ് ആ ഒരു മോഡ് ഓഫ് ട്രാക്ക് എന്നുള്ളത്. അല്ല അത് പറയേണ്ട അതിങ്ങനെ ഒന്ന് പോളിഷ് ചെയ്ത് പിടിച്ചതാ. നേരെ പറയാൻ പറ്റില്ലല്ലോ, ഇൻഡയറക്ട്ലി പറഞ്ഞു. ഇംഗ്ലീഷ് ദോശയ്ക്ക് ഫോക്കസ് ഫിൻഷോർ എന്ന് പറയുന്ന ബ്രാൻഡ് വിട്ട് നൽകിയപ്പോ, ബ്രാൻഡിങ് ചെയ്യാൻ നൽകിയപ്പോ നിങ്ങളുടെ ഉള്ളിൽ തോന്നിയത് സന്തോഷം, പേടി, ആശ്ചര്യം? പേടി ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ സ്റ്റാർട്ടിങ് ആണല്ലോ, പിന്നീട് സന്തോഷമായി മാറി. ആശ്ചര്യമായിട്ട് പിന്നെ സന്തോഷമായി മാറി. കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ഓവറായി. നിങ്ങൾക്ക് കുറെ ബിസിനസ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ബ്രാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് തരുമോ? പിന്നെ നീയാണല്ലോ നമുക്ക് ബ്രാൻഡ് അംബാസിഡർ. ചോദിച്ചെടുത്തു. റോഷൻ ചേട്ടനോട്, ഈ രണ്ട് പെൺകുട്ടികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ പറയാൻ വാക്കുകളില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഒരു സംഭവം ചെയ്യാതെ ഇംഗ്ലീഷ് ദോശയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നിങ്ങൾ വളർന്ന് രണ്ട് പെൺകുട്ടികളുടെ ഇടയിൽ അപ്പോ ഈ വളർച്ചയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഈ അവസരം തന്ന നിതിനി എന്നാ പറയും. 4 പെണ്ണുങ്ങൾ ഇടയ്ക്ക് പറഞ്ഞുപോയി. ഇപ്പൊ 2 പേരുള്ളൂ. അടുത്തത് നിങ്ങളോട് ഒരു ചോദ്യം കൂടി ഉണ്ട്. ഡയറക്ടർ തരുന്ന സ്ക്രിപ്റ്റ് ഈസി ആണോ അതോ ടാസ്ക് ആണോ അതോ വേസ്റ്റ് ആണോ? ഞാനെല്ലാം
ഒരു ന്യൂട്രൽ ഇതിലാണ് കാണുന്നത്. ഈ പറയുന്ന പോലെ ഞാൻ അതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യാറില്ല. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് ഞാൻ എപ്പോഴും അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്. കൈന്നിടുന്ന ഇത്തിരി കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അടുത്ത ഷൂട്ടില് കൂടുതൽ ഡയലോഗ് വേണോ അല്ലെങ്കിൽ ഡയലോഗ് വേണ്ടേ? അത് ഞാൻ ഡയറക്ടറിന് വിട്ടുതന്നിരിക്കുന്നു. എന്നാലേ എക്സ്ട്രാന്ന് കയ്യിൽ നിട്ട് കഴിഞ്ഞാൽ ചേട്ടനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കട്ടുകളെ അർത്ഥനോട് നേരത്തെ ചോദ്യത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അത് ഒറ്റ വാക്കിൽ പറയണം. നിങ്ങൾ നേരത്തെ ഷൂട്ടിന് കൊണ്ടുവന്ന് ഇരുത്താറുണ്ടല്ലോ, അപ്പൊ എന്താ തോന്നാറ്? സന്തോഷം, കലി, സങ്കടം? ആദ്യം കലി, പിന്നെ ഷൂട്ടല്ലേ സന്തോഷം. ഓക്കെ. പിന്നെ ഇംഗ്ലീഷ് ദോശയില് ഏറ്റവും വലിയ ഗുണ്ട ആരാണ്? എന്നോടാണോ? ഗുണ്ടയോ? ഗുണ്ട നിതിൻ. എല്ലാം നീ നന്നാവാനാ. ഇംഗ്ലീഷ് ദോശയില് അർത്ഥയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ്? കണ്ണെടുത്ത കണ്ണുകൂടാത്ത ആര്? ഏറ്റവും ഇഷ്ടമുള്ളത് മാറ്റി പറയാം, മോൻ ചേച്ചി. ചേട്ടനെ മതി. അല്ല, വെരി ഫ്രാങ്ക്, ഇപ്പം ഇംഗ്ലീഷ് ദോശ തുടങ്ങിയതിനു ശേഷം ഞാൻ മോനി ചേച്ചിയായിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചേച്ചി ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. ഞാൻ ഒന്നും പറയുന്നില്ല, എന്താ ചേച്ചി പറഞ്ഞോ ബാക്കി. അപ്പൊ ചേച്ചി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഭയങ്കര ഓപ്പൺ ആണ്. അപ്പൊ എനിക്ക് ചേച്ചി അതെ അതെ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് ദോശയുടെ ഫസ്റ്റ് ഷൂട്ട് തന്നെ നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇംഗ്ലീഷ് ദോശയുടെ ഫസ്റ്റ് ഷൂട്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ അന്നാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ തൊട്ട് എനിക്ക് ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് തോന്നിയ ഒരാളാണ്. താങ്ക് യു. സുരഭി ഇംഗ്ലീഷ് ദോശയുടെ ഷൂട്ടിന് 4 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ടാണല്ലോ വരാറ്. അങ്ങനെ വരുമ്പോ സന്തോഷമാണോ തോന്നാറ്, ദേഷ്യമാണോ തോന്നാറ്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടു പോയില്ല ഇതാണോ തോന്നാറ്? ഇങ്ങനെ പോണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, എത്ര ട്രാവൽ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ദേഷ്യം വരും. പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ ഞാൻ ചെയ്യണേ. അപ്പം പിന്നെ അത് എത്ര കഷ്ടപ്പെട്ടില്ലായാലും അവിടോട്ട് പോണം എന്നുള്ളൊരു മൈൻഡിലേ ഇരിക്കത്തുള്ളൂ. രാവിലെ എണീക്കണം, ഒരു 4 മണി 5 മണി ആകുമ്പോഴത്തേനെ ഇറങ്ങണമല്ലോ എന്ന ഒരു മടിയുണ്ട്, അത് സത്യം. പക്ഷെ എന്നാലും എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ ചെയ്യണേ. അപ്പൊ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഇറങ്ങും. അത് തന്നെയല്ല, എപ്പോഴും കറക്റ്റ് ടൈമില് ആളെത്തുകയും ചെയ്യും. ഇപ്പൊ നമ്മള് ഇന്ന് ഇവിടെ വന്നപ്പോഴാണെങ്കിലും സുരഭി അവിടെ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ടഗ് ആൻഡ് സ്പൈസി റൗണ്ട് ആണ്. ഫസ്റ്റ് സാധനം, ഈ ടീമില് ഏറ്റവും കൂടുതൽ മൂഡ് സ്വിങ്സ് ഉള്ള ആളാരാണ്? നിതിൻ. വേറെ എങ്ങോട്ട് നോക്കണ്ട, ചേട്ടൻ തന്നെ. ഒരു ദിവസം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ദോശയുടെ ഡയറക്ടർ പദവി കിട്ടിയാൽ ആദ്യം ചെയ്യുന്ന മാറ്റം എന്തായിരിക്കും? അത് എടുക്കാൻ താല്പര്യമില്ല. തലവേദന എടുക്കാൻ വയ്യ. ഇനി മോനി ചേച്ചിനോട് ചോദിക്കും, ഇംഗ്ലീഷ് ദോശയിൽ ചേച്ചി ചെയ്തതിൽ വെച്ച് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? എല്ലാം ഓക്കെടാ. കാരണം വെച്ചാല് നീ ഒരു സ്ക്രിപ്റ്റ് ആ ഓൺ ദ സ്പോട്ടിൽ, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലല്ലോ ചില കാര്യം. ചില കാര്യം അങ്ങനെ ഞാൻ നിന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി ആണെങ്കിലും കാരണം ഞാൻ ഇച്ചിരി കോൺഷ്യസ് ആണല്ലോ എൻ്റെ ഇതിൽ. അപ്പൊ അത് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ്സ് ഫൈൻ ചേച്ചി എന്ന് പറയുമ്പോൾ തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ എല്ലാവരോടും എനിക്ക് ഇഷ്ടമാണ്. അത് എന്നെ നീ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചതുകൊണ്ടല്ലോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാനത് ഇനി മോശം പറഞ്ഞാൽ നിനക്ക് കിട്ടുന്ന പണിയായി പോകും. അല്ല, ഞാൻ ഹാപ്പിയാണ് എല്ലാത്തിലും. ഫോക്കസ് ഫിൻഷോർവിന് വേണ്ടി ഇംഗ്ലീഷ് ദോശയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോ സന്തോഷം വരുന്ന തോന്നിയത് അല്ലെങ്കിൽ ഇത്തിരി പേടി ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഷിജോ ചേട്ടൻ അതിനകത്ത് അഭിനയിച്ചപ്പോ ഷിജോ ചേട്ടന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കഥാപാത്രം ഏതാണ്? കഥാപാത്രങ്ങൾ ഒത്തിരി. ഞാൻ പറഞ്ഞില്ല, ആരംഭത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അത് എങ്ങനെയാണ്. പിന്നെ മനസ്സിലായതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നതൊക്കെയാണ് ഇതിനകത്ത് പതിയാൻ പോകേണ്ട ഒരു ഐഡിയ വന്നു. അത് ഞാൻ പറഞ്ഞ നീ എന്ന കോൺഫിഡൻസ് ആണ് ചേട്ടാ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അതൊരു പോസിറ്റീവായിട്ട് തോന്നി. പിന്നീട് അടിപൊളിയായിരുന്നു പല ഇതും. ഒരു പ്രത്യേക ഇത് ചോദിക്കുകയാണെങ്കിൽ
അങ്ങനെയില്ല, എനിക്ക് തന്നതെല്ലാം തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജോ ചേട്ടനും വർത്തനയും കൂടി ഇരുന്നിട്ട് എല്ലാ വർത്തനം പറയും പോലെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ മോചിച്ചിയും കൂടി ഈ അടുത്തേക്ക് വന്നു എനിക്കതാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതെ, പിന്നെ വേറെ ഉണ്ട് മറ്റേ സാമി, ഞാൻ ചെയ്ത സമയം അത് എവിടെ ചെല്ലുമ്പോഴേ എല്ലാവരും പറയും ഞങ്ങൾ എത്ര പ്രാവശ്യം കണ്ടു എന്നറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ വീണ്ടും വീഡിയോ എടുത്ത് നോക്കി അതുമ്പോ അത്രയും പ്രാവശ്യം ലൈക്ക് എന്തെങ്കിലും ഒരു പ്രാവശ്യം കൊടുക്കാൻ പറ്റുമെന്നറിയാം. ന്യൂസ് കയറി വന്നിട്ടുണ്ടോ എന്ന്. ഇനി വർത്തനയോട് ഹോസ്പിറ്റലിലെ സീരിയസ് മൂഡിൽ നിന്ന് ലൊക്കേഷനിലെ കോമഡി ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് വരുമ്പോ എത്തുമ്പോ ഉള്ള മാറ്റങ്ങൾ എന്താണ്? മാറ്റങ്ങൾ ഒബ്വിയസ്ലി ഭയങ്കര റിലാക്സ്ഡ് ആവും, ഭയങ്കര ഹാപ്പി ആവും. ആക്ച്വലി അത് ഭയങ്കര ഒരു ഡ്രാമാറ്റിക് ഷിഫ്റ്റ്. കാരണം പോസിറ്റീവ് ആണ് ഡെഫിനറ്റ്ലി. കാര്യം ഞാൻ വർക്ക് സ്പേസിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ആൻഡ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഐ എം സോ പാഷനേറ്റ് അബൌട്ട് ഇറ്റ്, ടു ബി വെരി ഓണസ്റ്റ്. അപ്പോൾ അത് ഒബ്വിയസ്ലി ഭയങ്കര റിലാക്സേഷൻ, ഹാപ്പിനെസ് അത്രേ ഉള്ളൂ. അൾട്ടിമേറ്റ് ജോയ്. ഒരു പ്രശ്നം കൂടി, ലൊക്കേഷനിൽ ഡയറക്ടറുടെ ടെൻഷൻ കാണുമ്പോ കൊടുക്കാവുന്ന 3 സമാധാന വാക്കുകൾ. ഡയറക്ടറുടെ ടെൻഷൻ കാണുമ്പോ ഇമോഷണൽ ആയിട്ട് എടുക്കരുത് കാര്യങ്ങള്, ന്യൂട്രൽ ആയിട്ട് വിചാരിച്ചു, ആഗ്രഹിച്ചു. ഓക്കെ, അടുത്തത് റോഷനോട്. ഡയറക്ടർ മാസ് സീൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഞാനെന്താ പറയും, ചില സീനിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ പുതിയതാണ് ഈ ഒരു സ്പേസിൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പെർഫെക്ഷനോ അല്ല അത് അതിന്റെ ഏരിയ കട്ടിങ്ങിൽ വരുമ്പോഴായിക്കോളൂ അത് കണക്ട് ആവും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതെഗെയിൻ ആ ഗോൾ ഞാൻ നേരെ പാസ് ചെയ്യുന്നു ഡയറക്ടർ. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇടുന്ന കൂടുതൽ എക്സ്പ്രഷൻസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടാവും? ഇല്ല, അത് നല്ലതിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത്. സമാധാനിക്കണേ. ഇനി അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടി? ഞാൻ അങ്ങനെ ഒരു നടിയായിട്ട് എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമല്ല, നീ ഒരു പേര് പറയും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല, അങ്ങനെ നടിയോട് തന്നിട്ടില്ല ആരും. വല്ലപ്പോഴും കിട്ടും. നമ്മുടെ ഫോക്കസ് ഫിനിഷറിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു അടിപൊളി പാട്ട്, അത് ഈ മറ്റേ UK മാറ്റമില്ല, എല്ലാ ഏരിയയിലും ഉണ്ടായിരുന്നു. അത് റിമിറ്റോമിന്റെ ഷോയ്ക്ക് എല്ലായിടത്തും നിങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടി ആരാ? അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലല്ലോ. അടുത്തത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ടീമില് താൻ തന്നെയാണ്, വേറെ ആരുമില്ല. എനിക്ക് വേണ്ടത് കിട്ടി. അടുത്ത ഇനി സുരഭിനോട്, ഇംഗ്ലീഷ് ദോശ ടീമിൽ ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ആള്? ഇനി ടീമിലെ ഏറ്റവും സുരഭിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്? അങ്ങനെ വെച്ചാൽ എല്ലാവരും എനിക്കിഷ്ടമാണ്. ഇപ്പൊ കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒരു സംഭവം എനിക്ക് പറയാനില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് ഇപ്പൊ നിതിൻ ചേട്ടനായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ആ സെറ്റിലിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഫണ്ണി സാധനങ്ങളിട്ട് സെറ്റങ്ങ് മാറ്റിക്കളയും ഒരു സെക്കൻഡ് കൊണ്ട്. വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ആള്. സുരഭിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കപ്പ്യാറിനെ സംഭവിച്ചതില്ലേ, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് റീച്ച് കിട്ടിയ ഒരു സാധനമാണത്. പിന്നെ കുറെ ആൾക്കാർ കണ്ട് റെക്കഗ്നൈസ് ചെയ്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ടെക്സ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അടുത്തത് ഷിൻഡോ ചേട്ടനോടാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ദോശയിൽ നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? ഗാർഡനർ.
ഫോക്കസ് ഇൻഷുറൻസ് എടാ, അത് നിനക്ക് സൂട്ടാവണ്ടായിരുന്നു. ബംഗാളിലെ സംസാരിക്കാൻ എനിക്ക് നമ്മളെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഷൂട്ട് വയ്ക്കുന്നതാണോ ആഴ്ചയിൽ ഷൂട്ട് വയ്ക്കുന്നതാണോ ഇഷ്ടം? അതില് വേറെ ഇതില്ല, നേരത്തെ പറയണം, അത്രേ ഉള്ളൂ. അപ്പൊ ഏകദേശം ഇതാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ദോശയുടെ ഒരു വൈബ്. അപ്പോ ഞങ്ങളുടെ ചെറിയ സന്തോഷങ്ങളും ചെറിയ തമാശകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും നല്ല കണ്ടന്റുകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു വാഗ്ദാനം തന്നുകൊണ്ട് ഞങ്ങൾ ഈ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാണ്.